ലോകം ഉറ്റുനോക്കുന്ന ദക്ഷിണ ചൈന കടലിൽ ചില രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി ഒരു പടക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ സഞ്ചരിക്കാൻ കഴിവുള്ള INS സഹ്യാദ്രി. മലേഷ്യൻ തീരത്ത് ഇന്ത്യൻ നാവികസേനയുടെ ഈ സാന്നിധ്യം നൽകുന്ന സന്ദേശം എന്താണ്? ഇതൊരു സാധാരണ സൗഹൃദ സന്ദേശമാണോ, അതോ അതിലും വലുതാണോ? നമുക്ക് വിശദമായി അറിയാം. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS സഹ്യാദ്രി ഇപ്പോൾ മലേഷ്യയിലെ കെമാമൻ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ്. മലേഷ്യൻ നാവികസേന വളരെ ഊഷ്മളകരമായ സ്വീകരണമാണ് നമ്മുടെ കപ്പലിന് നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുക, നാവിക സഹകരണം ശക്തമാക്കുക എന്നതൊക്കെയാണ് ഈ സന്ദർശനത്തിന്റെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ. എന്നാൽ ഇതിനു പിന്നിൽ അതിലും വലിയ ചില തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. എന്താണവ? ഒന്നാമതായി, കപ്പൽ എത്തിയിരിക്കുന്നത് വെറുമൊരു സാധാരണ സ്ഥലത്തല്ല. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽ പാതകളിൽ ഒന്നായ ദക്ഷിണ ചൈന കടലിന്റെ പടിവാതിക്കലിലാണ്. പല രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന, നിരന്തരം തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സമുദ്ര മേഖലയാണിത്. ഇവിടെ ഇന്ത്യയുടെ സാന്നിധ്യം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഞങ്ങൾ ഈ മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് എന്ന വ്യക്തമായ സന്ദേശം. ഒരു വിശ്വസ്ത സുരക്ഷാ പങ്കാളിയാണ് ഇന്ത്യ എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിന്യാസം. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നാവിക ബന്ധം ഇന്നലെ തുടങ്ങിയതല്ല. ഇത് INS സഹ്യാദ്രിയുടെ മലേഷ്യയിലേക്കുള്ള മൂന്നാമത്തെ സന്ദർശനമാണ്. സമുദ്ര ലക്ഷണ, ലിമ, മിലാൻ തുടങ്ങിയ നിരവധി സംയുക്ത സൈനികാഭ്യാസങ്ങളിലൂടെ ഈ സൗഹൃദം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിൽ ഇരു നാവികസേനകളും തമ്മിലുള്ള പരിശീലനങ്ങളും ചർച്ചകളും നടക്കും. ഇത് ഭാവിയിലെ സംയുക്ത നീക്കങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഇന്ത്യ വെറും ഒരു സാന്നിധ്യമല്ല, മറിച്ച് ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കഴിവ് കൂടിയാണെന്ന് അടുത്തിടെ തെളിയിച്ചു. അടുത്തിടെ ദക്ഷിണ ചൈന കടലിൽ വെച്ച് നടന്ന എക്സർസൈസ് പസഫിക് റീച്ച് 2025-ൽ നമ്മുടെ നാവികസേന ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട ഒരു വിദേശ അന്തർവാഹിനിയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. ഇത് എന്ത് കാണിക്കുന്നു? ആർക്കും എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന ഉയർന്ന സാങ്കേതിക മികവുള്ള ഒരു രക്ഷാശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ INS സഹ്യാദ്രിയുടെ ഈ മലേഷ്യൻ സന്ദർശനം വെറും ഒരു കപ്പൽ യാത്രയല്ല, ഇത് സൗഹൃദത്തിന്റെ നങ്കൂരമിടലാണ്. ദക്ഷിണ ചൈന കടലിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഓർമ്മപ്പെടുത്തലാണ്. അതിലുപരി ഇന്ത്യ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ്. പ്രതിരോധ രംഗത്തെ കൂടുതൽ വാർത്തകളും വിശകലനങ്ങൾക്കുമായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.